ഹേ വാട്ട്സ്അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക്. ആടുജീവിതം. എൻ്റെ മോനെ ഇപ്പോഴും ആ സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ കണ്ട പലർക്കും മനസ്സിലായി കാണും ആ ഒരു പടത്തിൻ്റെ തീവ്രത. നജീബ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ, നജീബ് ജീവിച്ച് തീർത്ത ഒരു ജീവിതം. ബെന്യാമിൻ്റെ നോവൽ വായിച്ച എല്ലാവർക്കും അറിയായിരിക്കും ആ സിനിമ, ആ ഒരു കഥയുടെ ഇമ്പാക്റ്റ് എന്താണ്. ഞാൻ ഓപ്പണായിട്ട് പറയും, ഞാൻ ആ നോവൽ വായിച്ചിട്ടില്ല. അപ്പോൾ എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് അടുത്തെന്താണെന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്താണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഗായ്സ്, മലയാള സിനിമ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഇറങ്ങിയ പടങ്ങളും ഇപ്പോൾ ഇറങ്ങിയ ഈ ആടുജീവിതമൊക്കെ മലയാള സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിൽ എത്തിക്കുകയാണ്. പക്ഷേ ആടുജീവിതം മോനെ ഒന്നും പറയാനില്ല, ഒരു വേൾഡ് ക്ലാസ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പടത്തിന് എവിടെ നോക്കിയാലും ആ പടത്തിന് എന്താണ് ഒരു മോശം സൈഡ് ആ പടത്തിന് പറയാൻ പറ്റില്ല. കാരണം അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, പിന്നെ പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ, സംവിധായകൻ ബ്ലസ്സി തൻ്റെ ലൈഫിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ടീം മൊത്തം ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടാണെങ്കിൽ ആർട്ട്, മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ്, കോസ്റ്റ്യൂം, ക്യാമറ, കളറിങ്, ഒന്നും പറയാനില്ല ഗൈസ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു വേൾഡ് ക്ലാസ്, അതായത് നമുക്കൊരു രാജ്യത്ത്, വേറെ രാജ്യത്ത് കൊണ്ടുപോയി പറയുന്നത് മലയാളികളുടെ പടവാടാ, ഇത് മലയാളി ചെയ്ത പടവാടാ എന്ന് പറയും. നമുക്ക് കാണിക്കുക ഇതൊരു മലയാളം മൂവിയാണെന്ന് പറയും. നമുക്ക് ഈ ലോകത്ത് എവിടെ വേണോ കൊണ്ടുപോകാം. അമ്മാതിരി സാധനമാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും, കാരണം ഓരോ സീനുകൾ, ഓരോ ഫ്രെയിമുകൾ, എന്താ ഫ്രെയിമുകൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമ എന്തൊക്കെയോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണലി ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മൊമെൻറ്റുകളിലും അതിലൊരു സീനുണ്ട്, പൃഥ്വിരാജിൻ്റെ ഒരു ബോഡി റിവീൽ ചെയ്യുന്ന ഒരു സീൻ. എൻ്റെ മോനെ, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സിനിമയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇല്ല, ഫോറിൻ കൺട്രീസിലൊക്കെ ആൾക്കാർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട്, ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി ചെയ്യുന്നു. പക്ഷേ നമ്മൾ മലയാളത്തിൽ പൃഥ്വിരാജിനെ നമുക്കറിയാം, ഇത്തിരി ബൾക്കി ആയിട്ട്, ഇച്ചിരി ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരാൾ, പുള്ളി ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത്, ഇനി എൻ്റെ പൊന്നെ, ഇനി ഏതെങ്കിലും നടന്മാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പിന്നെ ബ്ലസ്സി, നിങ്ങളൊരു അസാധ്യ മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എന്ത് രസത്തിലാണ് നിങ്ങൾ ആ സിനിമയെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഇവിടെ നമുക്ക് പൃഥ്വിരാജിനൊന്നും കാണാൻ പറ്റത്തില്ല, ഇവിടെ നമുക്ക് നജീബിനെ കാണാൻ പറ്റത്തുള്ളൂ. ഒരവസ്ഥ ആലോചിച്ച് നോക്കണം. ഞാൻ ഈ സിനിമ കണ്ട് തീർത്തപ്പോഴും എനിക്ക് ആലോചിക്കുകയാണ്, നമ്മളൊരു 2-2.25 മണിക്കൂർ കൊണ്ടൊരു പടം തീർക്കുമ്പോഴത്തേക്ക് ഒരാൾ ജീവിച്ച് തീർത്തത്. നജീബിക്ക, നിങ്ങളൊരു സംഭവമാണ് സത്യം. ഇനി ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇപ്പം നിങ്ങൾ പല ആൾക്കാരും സർവൈവ് ചെയ്യുന്ന പല ആൾക്കാരും ഈ സിനിമയെ കാണണം. സർവൈവ് ചെയ്ത് ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. റഹ്മാനും റസൂൽ പൂക്കുട്ടിയെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന മാജിക്കും സൗണ്ടും എല്ലാം കേൾക്കണമെങ്കിൽ നല്ല തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോകണം. എൻ്റെ പൊന്ന്, സിനിമോട്ടോഗ്രാഫിയായി ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് രസത്തിലായി പടം. ഇതിൻ്റെ ഈ പടം എന്ന് പറയുമ്പോൾ ഈ മരുഭൂമിയുടെ ഒരു ഭംഗിയും, മരുഭൂമിയുടെ ഒരു എന്താ പറയുക, ഒരു ശൂന്യതയൊക്കെ കാണിക്കുന്ന കുറേ ഫ്രെയിമുകളുണ്ട്. അൺബിലീവബിൾ. 2-3 ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, ഞാൻ എല്ലായിടത്തും മസ്റ്റായിട്ട് പറയുകയാണ്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ, നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ മോനെ ഒരു രക്ഷയില്ല. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ മുതലാക്കുന്ന പൈസ ഇവിടെ വെർത്താണ്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം നിങ്ങളത് കാണണം. പ്ലീസ് നിങ്ങൾ പോയി കാണണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എവർ മെയ്ഡ് ഇൻ മലയാളം. അത്രയും പെർഫെക്റ്റാണ് ഈ പടത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുക ഗൈസ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി ഇന്ന് തന്നെ, ഇത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. കാണാത്തൊരു മസ്റ്റ് വാച്ച്. ഓക്കെ, ഇതുവരെ ഞാൻ പറയുന്നുള്ളൂ ഈ സിനിമയെ പറ്റി, കാരണം ഇത് കൂടുതൽ പറയാനില്ല. ഈ സിനിമ വേറെ ലെവൽ മേക്കിംഗ് ആണ് ഗൈസ്. ഒരു വലിയ സ്ക്രീനിൽ നമ്മളിങ്ങനെ ഒരാളുടെ ജീവിതം ആ സ്ക്രീനിൽ നോക്കി, അയാളുടെ കൂടെ മരുഭൂമിയുടെ ചുറ്റുവട്ടത്തൊക്കെ പോയി ആ മരുഭൂമിയെ ഫീൽ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പടം ചെയ്തു വച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പോയി കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.